UDF-ന്റെ പ്രതിനിധിയോടാണ്. ഈ ഇവിടെ കൂടി നിൽക്കുന്ന എത്ര ആളുകൾ ഇവിടുന്ന് തെരഞ്ഞെടുത്ത് പോയ MP ആണ് എന്ന് പറയപ്പെടുന്ന നമ്മുടെ ET മുഹമ്മദ് ബഷീറിനെ കണ്ടിട്ടുണ്ടെന്നാണ് ഒരു ചോദ്യം. ഒരാൾക്കും അറിയില്ല. വെളിയങ്കോട് ഞാൻ വരുന്നത് വെളിയങ്കോട് പഞ്ചായത്തിനാണ്. ഞാൻ വരുന്നത് വെളിയങ്കോട് പഞ്ചായത്തിനാണ് ഞാൻ വരുന്നത്. രണ്ടാമത്തെ ചോദ്യം പാർലമെന്റിലേക്ക് പോകുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കാനാണ്. ഏറ്റവും വലിയ CIAയും മുത്തലാഖും വന്നപ്പോ കല്യാണത്തിന് പോയ പാർട്ടി അല്ല ഇനി വേണ്ടത്. ഇനി ഇവിടെ വരാൻ പോകുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ഇടതുപക്ഷ പ്രതിനിധിയാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോ സുഹൃത്തുക്കളോട് പറയാനുള്ളത് മറുപടി കേട്ടിട്ട് നിങ്ങൾക്ക് വീണ്ടും ചോദിക്കണം. മറുപടി നിങ്ങൾ കേൾക്കുക. ET മുഹമ്മദ് ബഷീറിനെ ഇവിടുത്തെ ആളുകൾ കണ്ടിട്ടുണ്ടോന്നാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കഴിഞ്ഞ 1.5 ലക്ഷത്തിലധികം വോട്ടിന് അദ്ദേഹം ജയിച്ചു പോയ ഇവിടുത്തെ ആളുകൾ കണ്ടിട്ടാണ്. ഇനിയും അദ്ദേഹം ജയിച്ചു പോവുകയും ചെയ്യും. ഇനി വേറൊരു കാര്യം, അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞു. ഞാനൊന്ന് പറയട്ടെ. അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറയാം. ET മുഹമ്മദ് ബഷീറിന്റെ പാർലമെന്റ് പെർഫോമൻസ് അറ്റൻഡൻസ് 94%. ഇടതുപക്ഷത്തിന് MP AMRF 89%. നോക്കൂ, നമ്പർ ഓഫ് ഡിബേറ്റ്സ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോന്നെടുത്താലും ദേശീയ ശരാശരിയേക്കാളും സ്റ്റേറ്റ് ശരാശരിയേക്കാൾ മുകളിലാണ്. അതിലൊക്കെ അപ്പുറം വലിയൊരു കാര്യം എന്താണെന്നറിയോ? ഒരു പാർലമെന്റേറിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവെന്താണ്? അത് ബില്ല് അവതരിപ്പിക്കുക എന്നാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ബില്ല് അവതരിപ്പിക്കപ്പെട്ട ആദ്യ 15 പേരെടുത്താൽ ഒരു പേര് ET മുഹമ്മദ് ബഷീർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു MP-യുടെ ഏറ്റവും വലിയ കഴിവ് പ്രൈവറ്റ് ബില്ല് അവതരിപ്പിക്കലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന അബ്ദുൾ സമദ് സമദാനി ഇന്ത്യൻ പാർലമെന്റിൽ ഞാൻ പറയാം അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് MP അബ്ദുൾ സമദ് സമദാനി 2 വർഷം പാർലമെന്റ് അംഗമായത്, 2 വർഷം 5 വർഷം പാർലമെന്റ് അംഗമായ രണ്ടാളുകൾ ഞാൻ വായിക്കാം. ഒന്ന് വെങ്കടേശൻ, മറ്റൊന്ന് നടരാജൻ. 2 CPM വരാ. എത്ര ബില്ല്? വട്ട പൂജ്യമാണ് രണ്ടുപേരുടെയും ബില്ല്. അതിന്റെ പേരിലാണോ? രണ്ട് കൊല്ലമായിട്ട് ഒറ്റ ബില്ല് അവതരിപ്പിക്കാത്ത 2 പാർലമെന്റ് അംഗങ്ങൾ. അതിന്റെ കഷ്ടമാണ്. വലിയ കഷ്ടമില്ല. ബിജെപിന്റെ പ്രതിനിധിയോട് ചോദിക്കുന്നത് എന്തെന്ന് പറയുന്നത്, നിങ്ങൾ പറയുമ്പോഴേക്കും എല്ലാം ഇവിടെ BJP കൊണ്ടുവന്ന് നരേന്ദ്രമോദി കൊണ്ടുവന്നുള്ള നിങ്ങളുടെ വാദമാണ്. പക്ഷെ ഇന്ത്യ രാജ്യത്തെ ഇവിടെ എല്ലാവർക്കും അറിയാം, ഇന്ത്യ രാജ്യത്തിന്റെ ഈ നിലയിലേക്ക് കമ്പ്യൂട്ടർ മേഖലയിൽ എല്ലാ മേഖലയിലും കുതിച്ചു കടന്നത് കോൺഗ്രസിന്റെ കഠിനാധ്വാനം തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങളെ BJPന്റെ സ്ഥാനാർത്ഥി ഇതുവരെ എനിക്കിപ്പോ 46-47 വയസ്സായി. നിങ്ങൾ ജനാധിപത്യത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചന്തപ്പടി മുതൽ പുതുവന്നാണി മേഖല വരെയുള്ള തീരദേശ മേഖലയിൽ ഒരു തെരഞ്ഞെടുപ്പിനും നിങ്ങളെ സ്ഥാനാർത്ഥിനെ കണ്ടിട്ടില്ല, പ്രചരണമായിട്ട് വന്നിട്ടില്ല. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് മാത്രം BJP ഒന്നും വിട്ടുന്നില്ല. BJP യെ കുറിച്ച് രാജ്യത്ത് ആർക്കും പറയാൻ